ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 330. നമ്മൾ 63ാമത്തെ ഉപനിഷത്തായിട്ട് ചാന്തോഗ്യോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 1 ഖണ്ഡം 2. ഇതിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇപ്പം 1ാമത്തെ മന്ത്രത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രജാപതിയുടെ പുത്രന്മാരാണ്, പ്രജാപതിയിലൂടെയാണ് സൃഷ്ടി നടന്നിരിക്കുന്നത്. അപ്പം അവരുടെ പുത്രന്മാരെന്ന് പറയുന്നത്, സൃഷ്ടിയിൽ എന്തുണ്ട്? 2 തരം പുത്രന്മാരുണ്ട്, ദേവന്മാരും അസുരന്മാരും. ഒരു സൃഷ്ടി നടത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ 2 ശക്തികളുണ്ട്. അതായത് ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവൃത്തിക്കും പ്രതിപ്രവർത്തനമുണ്ട്. ഒരാൾ ഒരു നല്ല ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു പ്രവൃത്തിയും ഉണ്ട്. അത് സയൻസ് പറയുന്ന തത്വമാണ്. അതുപോലെ പ്രജാപതി സൃഷ്ടി നടത്തുമ്പോൾ നല്ല ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ശക്തിക്ക് ദേവന്മാരെന്നും, അപ്പോൾ അതിനെ തടുക്കുവാനുള്ള ഒരു ശക്തിയുമുണ്ട്, റിയാക്ഷനുണ്ട്. അതാണ് അസുരന്മാർ എന്ന് പറയുന്നത്. അപ്പം നല്ല പ്രവൃത്തി ഉയർത്തുന്ന ദേവന്മാരുടെ ലക്ഷ്യം എന്തായിരിക്കും? പ്രപഞ്ചം ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിലൂടെ. ആ സൃഷ്ടിക്ക് അനുകൂലമായ പ്രവൃത്തി, ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന പ്രവൃത്തി, അതാണ് ദേവന്മാർ ചെയ്യുന്നത്. അസുരന്മാർ അതിനെ പാരവെക്കുക, പിന്നോട്ടേക്ക് പിന്തിരിപ്പിക്കുക, അതാണ് അസുരന്മാർ. അപ്പം ദേവന്മാർ ആരെ ഉപാസിക്കും? ഓമിലൂടെയാണ് ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഓമിലൂടെയാണ് പ്രപഞ്ചം. അപ്പോൾ ഓം എന്നത് ഉദ്ഗീതം. ആ ഉദ്ഗീതത്തെയാണ് ദേവന്മാരെന്ത് ചെയ്തത്? ആഹരിച്ചു, സ്വീകരിച്ചു. അപ്പം ദേവന്മാർ എന്താണോ ആ ബ്രഹ്മം ഉദ്ദേശിക്കുന്നത്, ഒരു സുന്ദരമായ ലോകമുണ്ടാക്കണം, ആ കർമ്മം ദേവന്മാർ ഏറ്റെടുത്തു. അപ്പം അസുരന്മാരെന്താ ചെയ്യുക? ആ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും പാരവെക്കും. എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത മന്ത്രത്തിൽ പറയുകയാണ്, അവര് ദേവന്മാര് നാസികയിലൂടെ ശ്വസിക്കുന്ന പ്രാണനെ ഉദ്ഗീതമായി ഉപാസിച്ചു. നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ടല്ലോ, എടുക്കുന്നതിന് ഉദ്ഗീതമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആർത്തത്തിൽ എടുക്കണ്ട. അതിന് നല്ല നിലയിൽ അവർ ഉദ്ഗീതത്തെ ഉപാസിച്ചു എന്ന് പറഞ്ഞാൽ ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ഓംകാരം തന്നെയാണ്. അതെന്താണോ, എന്തിനു വേണ്ടിയാണോ ശ്വാസം കഴിക്കുന്നത്, നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് നല്ല ഒരു ലോകമുണ്ടാക്കാനുള്ള പ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മൂക്കിലോട്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ അതിനൊരു ഉദാഹരണ സഹിതം പറയുകയാണ്. അങ്ങനെ ഉപാസിച്ചപ്പോൾ അസുരന്മാരതിനെ പാപം കൊണ്ട് വേദിച്ചു. നേരെതിര് വേദിക്കുക എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. അപ്പം ദേവന്മാർ നല്ല നിലയിൽ ശ്വാസം എടുക്കുമ്പോൾ അതിനെ ഉപാസിച്ചപ്പോൾ, ഉദ്ഗീതത്തെ ഉപാസിച്ചപ്പോൾ, ഓംകാരത്തെ ഉപാസിച്ചപ്പോൾ അസുരന്മാരതിനെ പാപം കൊണ്ട് വേദിച്ചു, തടസ്സം സൃഷ്ടിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ലോകത്തിലുള്ള ജനങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ എന്തുണ്ടാവും? സൗരഭ്യം, നല്ല മണവും വരും, മോശം മണവും ഉണ്ടാവും. അപ്പം ജനത്തിന് നല്ലത് മണക്കാനും പറ്റുന്നു, ചീത്ത മണക്കാനും പറ്റുന്നു എന്ന അവസ്ഥയിലായി. അപ്പം നമ്മളെന്തെങ്കിലും ദുർഗന്ധം ശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പാപം കൊണ്ട് അസുരന്മാർ വേദിച്ചുകൊണ്ടാണ്. നേരെ ആൻറ്റി ആണല്ലോ. നല്ല ശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ദേവന്മാർ ശ്രമിച്ചപ്പോൾ അസുരന്മാർ അങ്ങനെ നല്ലൊന്നും ശ്വസിക്കണ്ട, നീ കുറേ ദുർഗന്ധം ശ്വസിക്കുക എന്ന നിലയിൽ അതിനെ വേദിച്ചു. അതുകൊണ്ട് ജനത്തിന് എന്ത് പറ്റുന്നുണ്ട്? നല്ലതും ശ്വസിക്കാം, ചീത്തതും ശ്വസിക്കാം. ചിലവർക്ക് ചീത്ത ശ്വസിക്കുന്നതായിരിക്കും ഇഷ്ടം. അടുത്ത മന്ത്രത്തിൽ പറയുകയാണ്, അനന്തരം വാക്ക്, നമ്മളുടെ വാക്കിനെ, ഉദ്ഗീതത്തെ ദേവന്മാർ ഉപാസിച്ചു. വാക്കാകുന്നതിനെ ഉദ്ഗീതമായി പ്രാണനായി കണ്ടുകൊണ്ട്, അല്ലെ ഓംകാരത്തിൻ്റെ രൂപത്തിൽ
ഉപാസിച്ചപ്പോൾ വാക്ക് ഉപയോഗിക്കുന്നത് നല്ല നിലയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ലോക പുരോഗതിക്കായിട്ട് നല്ല നല്ല വാക്കുകൾ, നല്ല നല്ല സംസാരങ്ങൾ, ശാസ്ത്രീയമായ സംസാരങ്ങളെല്ലാം ആ നിലയിൽ അതിനെ ഉപസിച്ചപ്പോൾ അസുരന്മാർ അവരതിന് പാപം കൊണ്ട് വേദിച്ചു. അതുകൊണ്ട് എന്തു പറ്റി? ലോകത്തിൽ ആൾക്കാർ സത്യവും പറയും, കളവും പറയും. നല്ല ആൾക്കാർ സത്യം പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകും. അസുരന്മാർ വേദിച്ചത് കൊണ്ട് ചില ആൾക്കാർ എപ്പോഴും കളവും പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോവുക. സത്യം പറയില്ല, എപ്പോഴും കളവേ പറയുള്ളൂ. അപ്പം ലോകത്തിൽ സത്യവും ഉണ്ടായി, കളവുണ്ടായി. ഇതെല്ലാം എല്ലാം എന്താണ്? ദ്വയമാണ്. അതുകൊണ്ട് സംഭവിക്കുകയാണ്. അനന്തരം അടുത്ത മന്ത്രത്തിൽ പറയുന്ന കണ്ണുകൊണ്ട് ഉദ്ഗീതത്തെ ഉപാസിച്ചപ്പോൾ ഓങ്കാരത്തെ ഉപാസിച്ചു. അതായത് കണ്ണ് തന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാണോ, കണ്ടുകൊണ്ട് നല്ല നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ. അങ്ങനെ ദേവന്മാർ ഉപാസിച്ചപ്പോൾ അസുരന്മാർ എന്ത് ചെയ്തുകൊണ്ട് പാപം കൊണ്ട് അതിനെ വേദിച്ചു, പാരവെച്ച് അതിനെതിരായിട്ട് നേരെ തിരിച്ചുണ്ടാക്കി. അതുകൊണ്ട് മനുഷ്യരെന്ത് ചെയ്യുന്നു? കണ്ണുകൊണ്ട് കാണാൻ കൊള്ളാവുന്നതും കാണും, കാണാൻ പാടില്ലാത്തതും നല്ലോണം കണ്ടുകൊണ്ടിരിക്കും. കാണേണ്ടത് എന്താണോ അത് കണ്ടുകൊണ്ടേയിരിക്കും നല്ല ആൾക്കാർ. അതിലെ ജനങ്ങൾ ചിലവര് കാണാൻ പാടില്ലാതെ നോക്കിക്കൊണ്ടാണ് നടക്കുക. എന്തോന്ന് കാണാൻ പാടില്ലാതെ, അതിലാണ് അവരുടെ ശ്രദ്ധ. അപ്പൊ ലോകത്തിൽ ഇത്തരത്തിലും സംഭവിച്ചു. അനന്തരം കേൾവിയെ ഉദ്ഗീതമായി ഉപാസിച്ചു. കേൾക്കുന്നതെല്ലാം ലോക പുരോഗതിക്കായിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ശാസ്ത്രീയമായ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഉപാസിച്ച് അത്തരത്തിൽ ദേവന്മാർ ഉപാസിച്ചപ്പോൾ എന്നാൽ പിന്നെ പാര വെച്ചുകൊണ്ട് പാപം കൊണ്ട് വേദിച്ചു. അതുകൊണ്ട് ലോകത്തിലുള്ളവർ എന്ത് സംഭവിക്കുകയാണ്? കേൾക്കാൻ പാടില്ലാത്തത് ചിലവർ കേൾക്കും, കേൾക്കാൻ പാടുള്ളത് ചിലവർ കേൾക്കും. ചിലവർക്ക് കേൾക്കേണ്ടതാണ് കേൾക്കുക, ചിലവർ കേൾക്കേണ്ട കേൾക്കില്ല. അല്ലാതെ കേൾക്കാൻ കൊള്ളാത്ത വല്ല കാര്യം ഉണ്ടായി ഇത് പിന്നാലെ നടക്കും. അനന്തരം ദേവന്മാർ മനസ്സിനെ ഉദ്ഗീതത്താൽ ഉപാസിച്ചപ്പോൾ, മനസ്സിനെ ഉദ്ഗീതത്താൽ, മനസ്സ് എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകൾ, ലോകത്തെ എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കണം. ഓങ്കാരത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ലോക പുരോഗതിയാണ് സംഭവിക്കുന്നത്. അതിനനുസരിച്ചുള്ള ചിന്തകളുമായി ചിലവർ നടക്കുമ്പോൾ അസുരന്മാർ അതിനെ പാപം കൊണ്ട് വേദിച്ചു, പാര വെക്കുന്ന പരിപാടിയായിട്ട് ഇറങ്ങിത്തിരിച്ചു. അതിനാൽ ജനം എന്ത് സംഭവിക്കുന്നു? മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പാടുള്ളത് സങ്കല്പിക്കുന്നു, അതേസമയം സങ്കല്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സങ്കല്പിക്കുന്നു. ചിലവര് നല്ല നല്ല പുരോഗതിക്കുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുമ്പോൾ മറ്റവർ അതിനെ പാര വെക്കാൻ വേണ്ടി അതൊന്നും വേണ്ട, അതൊന്നും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ത്യയെല്ലാം അതിനെ പാര വെച്ചുകൊണ്ട് സങ്കല്പിക്കാൻ പാടില്ലാതെ എങ്ങനെ ഇതിനെ തൊലച്ച് കൈമ കൊടുക്കാം എന്ന ചിന്തയുമായിട്ട് ചിലവർ നടക്കുകയാണ്. ഇതേപോലെ തന്നെ ത്വക്കിനെയും സ്പർശിക്കാൻ പാടുള്ളത് എന്താണോ തൊടേണ്ടത് ആ തരത്തിൽ എല്ലാം നമുക്ക് കാണാം. പിന്നീട് മുഖത്തെ പ്രാണനെ ദേവന്മാർ ഉദ്ഗീതമായി ഉപാസിച്ചപ്പോൾ അസുരന്മാർ അതിനെയും വേദിച്ചു. അതിനാലാണ് നാശം സംഭവിക്കുന്നത്. നമ്മളെ ശ്വാസോച്ഛ്വാസങ്ങളെല്ലാം നമ്മളെ നാശത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം നമ്മളെ പുരോഗതിയിലേക്കും ചിലവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ആര് പാപത്തെ ആശ്രയിക്കുന്നുവോ, ഇത് മനസ്സിലാക്കി, ഈ സത്യം മനസ്സിലാക്കിയിട്ട് മനുഷ്യർക്ക് എന്ത് അവസരമുണ്ട്? ദേവന്മാര് ഉപാസിച്ച ആ വഴിയിൽ പോവുക, അല്ലെങ്കിൽ അസുരന്മാർ വെക്കുന്ന പാര വെക്കുന്ന ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ പാപത്തെ കാക്ഷിക്കുന്നുവോ അവൻ ശില കണക്കെ നശിക്കുന്നു. ഒരു ശിലയുണ്ടെങ്കിൽ എന്താണ്? അത് ക്രമത്തിൽ നശിച്ചു പോകും. കാരണം നമ്മൾ ശിലകൾക്ക് സമാനം, ഒരു പുരോഗതിയില്ല, അങ്ങനെ അങ്ങ് കിടക്കും. ഒരു ശില കണക്കെ നമ്മുടെ ജീവിതം നശിച്ചു പോകും. പ്രാണനെ ഹിംസിക്കുന്നവർക്കും നാശം തന്നെയാണ് സംഭവിക്കുക. അപ്പം നമ്മളൊക്കെ പുരോഗതി ഉണ്ടാണ്ടിക്ക് നമ്മളെ നല്ല ചിന്തകൾ കൊണ്ട് ലോക പുരോഗതിക്കായിട്ട് ശ്രമിക്കണം. അല്ലാതെ പാരവെപ്പുമായിട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ ശിലകൾ പോലെയായി പോകും. ഒരു പുരോഗതിയും ഇല്ലാതെ
ഒരു ശിലയുണ്ടെങ്കിൽ അതിനൊരു വളർച്ചയും ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ അവിടെ കിടന്നിട്ട് മുരടിച്ചു പോവുകയുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതവും മുരടിച്ചു പോകും. എന്നാൽ മുഖ്യ പ്രാണനുണ്ടല്ലോ, നമ്മൾ ആദ്യം ജീവൻ നൽകുന്ന പ്രാണൻ, അതാണ് ബ്രഹ്മം എന്ന് നേരത്തെ ഓങ്കാരമെന്ന്, അതാണ് ബ്രഹ്മം എന്നെല്ലാം ആദ്യം പറഞ്ഞു പോയിട്ടുണ്ട്. ആ മുഖ്യപ്രാണൻ വന്നിട്ടാണ് ശരീരത്തിലെ എല്ലാ കർമ്മങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് 5ആയിട്ട് തിരിഞ്ഞിട്ട് ഓരോന്നിനും കർമ്മങ്ങൾ ഏൽപ്പിച്ച്. എന്നാൽ മുഖ്യപ്രാണന് ഈ സ്വഭാവങ്ങളൊന്നുമില്ല. അപ്പം ഈ മുഖ്യപ്രാണൻ സൗരഭ്യമുള്ളതും മണക്കില്ല, സൗരഭ്യമില്ലാത്തതും ഒന്നും മണക്കില്ല. മുഖ്യപ്രാണൻ ഈ ഗുണങ്ങളൊന്നുമില്ല. അത് നല്ലതും മണക്കാൻ പോകുന്നില്ല, ചീത്തയും മണം. അത് നിർഗുണമായ ആദ്യം വന്ന പ്രാണൻ. കാരണം അതെന്താണ്? പ്രാണൻ അതിന് പാപമില്ല, അതിനെ ആരും വേദിച്ചിട്ടില്ല, അതിന് പാപം നീങ്ങിയതാകുന്നു. അതാണ് മറ്റ് പ്രാണങ്ങളെ രക്ഷിക്കുന്നത്. ആ മുഖ്യപ്രാണനാണ് ബാക്കിയുള്ള പ്രാണങ്ങളെയെല്ലാം രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അവസാന കാലത്ത് ബാക്കിയുള്ള പ്രാണനുകളെല്ലാം ഭക്ഷണമൊന്നും കിട്ടാതെ എല്ലാ അവയവങ്ങളും നിശ്ചലമാവുമല്ലോ. എന്ത് ചെയ്യുന്നു? ഈ ശരീരം വിട്ടുപോകുന്നു. അതിനുള്ള തെളിവാണ് മരിക്കുന്ന സമയത്ത് വായ ഇങ്ങനെ തുറന്നു കിടക്കുന്നത്. അടുത്ത മന്ത്രത്തിൽ പറയുന്നു, ഈ മുഖ്യപ്രാണനെ അങ്കീരസ് ഉപാസിച്ചു. അങ്കീരസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ആദ്യം ഉണ്ടാകുമ്പോൾ ആദ്യമുണ്ടായ വസ്തു അങ്കീരസാണ്. അത് ഊർജമാകാം, ചെറിയ കണങ്ങളാകാം, അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ മുഖ്യപ്രാണനിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അങ്കീരസും പ്രാണനും ഏകദേശം സമാനമാണ്. അതിനാൽ അത് അങ്കീരസമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ അങ്കീരസമെന്ന് നമ്മൾ കണക്കാക്കുന്നത്. അത് അംഗങ്ങളുടെ രസമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യമുള്ള ആ കണങ്ങളിൽ നിന്നാണ്, അങ്കീരസുകളിൽ നിന്നാണ്. ഇപ്പം എല്ലാത്തിൻ്റെയും സത്ത, രസം എന്ന് പറയുന്നത് അങ്കീരസാണ്. അംഗങ്ങൾ പ്രാണൻ എന്ന നിലയിൽ നമ്മുടെ അംഗങ്ങളെല്ലാം ഈ പ്രാണനാണ് ഇതിനെയെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്ന നിലയിൽ രസമായിരിക്കുന്നത് കൊണ്ട് അങ്കീരസം എന്ന പേര് വന്നു. അത് സത്ത, രസം, ഈ പ്രപഞ്ചത്തിൻ്റെ രസം എന്ന നിലയിലാണ് ഞാൻ അങ്കീരസ് എന്ന് പറയുന്നത്. അടുത്ത മന്ത്രത്തിൽ പറയുന്നു, ബൃഹസ്പതി പ്രാണനെ ഉദ്ഗീതത്തെ പോലെ ഉപാസിച്ചു. ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ജ്ഞാനങ്ങളുടെ എല്ലാം ആധാരം. ജ്ഞാനത്തിലൂടെയാണല്ലോ സൃഷ്ടിക്രമം എല്ലാം ഉണ്ടാകുന്നത്. ആ ജ്ഞാനം പ്രാണനെയാണ് ഉദ്ഗീതമായിട്ട് ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയായിട്ട് കണ്ടുകൊണ്ട് ഉപാസിച്ചു. അതുകൊണ്ട് ആ പ്രാണനെ തന്നെ എന്തു പറയുക, ബൃഹസ്പതിയായിട്ടും കാണാം. കാരണം എല്ലാം പ്രാണനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് ബൃഹസ്പതിയും സൃഷ്ടിയുടെ ആ ജ്ഞാനത്തിൻ്റെ എല്ലാം വക്താവാണ്. ബൃഹസ്പതി വാക്കാകുന്നു എന്ന് പറയാണ്. വാക്ക് എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെയാണ്. ആ വാക്കിൻ്റെ പതി അതാണ് പ്രാണൻ, അതാണ് ബൃഹസ്പതി. അതുകൊണ്ട് നൈമിഷാരണ്യത്തില് ഭഗൻ എന്ന ഒരാള് ഉദ്ഗീതമായി ഭവിച്ചു. ഈ സത്യങ്ങളെല്ലാം അറിയുന്നത് കൊണ്ട് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് അവിടെ ഭഗൻ എന്നൊരു കക്ഷി ഈ സത്യങ്ങളെല്ലാം അയാൾക്ക് ശരിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉദ്ഗീതമായി ഭവിച്ചു എന്ന് പറയാണ്. അവൻ അവർക്കായി കാമങ്ങളെ ആധാനം ചെയ്തു. അവരാണ് നൈമിഷാരണ്യത്തിൽ വെച്ച് എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്തത്? ബൗദ്ധിക കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതാണ് കാമങ്ങളെ ആധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ബൗദ്ധികപരമായ എല്ലാ കാര്യങ്ങളും നൈമിഷാരണ്യത്തിൽ വെച്ച്. ഇപ്പോൾ ഭാഗവതൽ എഴുതിയത്, വേദവ്യാസൻ എഴുതിയതെല്ലാം നൈമിഷാരണ്യത്തിൽ വെച്ചാണ് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക സ്ഥലമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാ ജ്ഞാനവും കൈകാര്യം ചെയ്യുന്ന സ്ഥലമായിട്ട് അതിനെ കാണണം. ഇക്കാര്യങ്ങൾ അറിഞ്ഞ് ഉദ്ഗീതത്തെ ഉപാസിക്കുന്ന അവർ ആരാണോ അവരെല്ലാം കാമങ്ങളെ ആഗാനം ചെയ്യുന്നവരായി ഭവിക്കുന്നു. ഉദ്ഗീതത്തെ ഉപാസിക്കുക. ഉദ്ഗീതം എന്നതുകൊണ്ട് ഓങ്കാരത്തിലൂടെ ഈ സൃഷ്ടി ഉണ്ടാകുന്ന കാര്യത്തെയാണ് നമ്മൾ ഉദ്ഗീതമായിട്ട് കാണുന്നത്. ഓങ്കാരത്തിലൂടെ സംഭവിക്കുന്ന എന്താണ്? നിർഗുണമായ ബ്രഹ്മം ഈ പ്രപഞ്ച ഭൗതിക ലോകമായി മാറിയാണ്. ഭൗതിക ലോകം കാമത്തിൻ്റെതാണ്, ഭൗതിക സുഖങ്ങൾ അനുഭവിക്കേണ്ടതിൻ്റെതാണ്.
അപ്പം ആ തരത്തിൽ അതിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ആയിത്തീരും? കാമങ്ങളെ ആഗാനം ചെയ്യുന്നവരായി ഭവിക്കുന്നു. ആത്മവിഷയമായ ഉദ്ഗീതം ഉപാസനയാകുന്നു. എന്നാൽ ആത്മസംബന്ധമായ ആ ഓങ്കാരത്തിൽ എന്തുകൊണ്ട്? നിർഗുണമായ ബ്രഹ്മമുണ്ട്. ആ ബ്രഹ്മമാണ് ഈ നമ്മൾ കാണുന്ന ദൃശ്യരൂപത്തിലുള്ള ഭൗതിക ലോകമായി മാറിയത്. അപ്പൊ അതിൽ രണ്ടും ഉണ്ട്. അപ്പൊ ആത്മീയമായ ആ ബ്രഹ്മത്തെ പറ്റി അത് ആര് രീതിയിലും വേണ്ടിക്കില് ആത്മീയ വിഷയമായി ഉദ്ഗീതത്തെയും ഉപാസിക്കാൻ പറ്റും. അപ്പം ഓങ്കാരത്തിലൂടെ നമുക്ക് ഭൗതിക പ്രപഞ്ചത്തിലേക്കും കടക്കാം. ഓങ്കാരം അതായത് ഉദ്ഗീതത്തിലൂടെ ആത്മീയതയിലേക്കും കടക്കാം. ഏത് തരത്തിൽ വേണമെന്ന് നമ്മൾ തന്നെ ആ രീതിയിൽ ഉപാസിച്ചാൽ മതി.